ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലീഡ് സ്ക്രേപ്പർ മെഷീനാണ്. അതായത് നമ്മുടെ ഗൂഗിൾ സെർച്ച് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ലീഡ്സ് സ്ക്രേപ്പ് ചെയ്തിട്ട് അതിനോട് നമ്മൾ ഇൻസ്റ്റഗ്രാം, അവരുടെ വെബ്സൈറ്റ്, അവരുടെ വാട്സപ്പ് നമ്പർ, അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം. ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള നോട്ട്സേ ഉള്ളൂ. അതായത് ഗൂഗിൾ ഷീറ്റ്സ് ഉണ്ട്, നമ്മളെ മോഡിഫൈഡ് നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു AI ഏജൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ലൂപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം നേരത്തെ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഷീറ്റ്സിൽ രണ്ട് ഇത് അവൈലബിൾ ആണ്. ഒന്നിൽ നമ്മുടെ ഡാറ്റ, അതായത് നമ്മൾ എന്താണോ സെർച്ച് ചെയ്യണമെന്നുള്ളത്. അവിടെ ഞാൻ കൺട്രി കോഡ് കൊടുത്തിട്ടുണ്ട്, സലോൺ കീവേഡായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിറ്റി ഓഫ് സ്പെസിഫിക് ലൊക്കേഷൻ ജസ്റ്റ് ബാംഗ്ലൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു റിസൾട്ട്സ്, നമ്മുടെ ആ ഒരു ലീഡ് സ്ക്രേപ്പ് ചെയ്തതിൻ്റെ റിസൾട്ട്സ് പേജിൽ ഡാറ്റ ID, അതൊരു യൂണീക്ക് ഐഡൻറ്റിഫയർ ആണ്. ഓരോ റോ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു യൂണീക്ക് ID, ഡാറ്റ ID, ടൈറ്റിൽ, അഡ്രസ്, അവരുടെ റേറ്റിംഗ്, റിവ്യൂസ്, റിവ്യൂ ലിങ്ക്, എന്ത് ടൈപ്പ് ബിസിനസ്സാണ്, ഫോൺ, വെബ്സൈറ്റ്, റിവ്യൂ സമ്മറി, വാട്സപ്പ് ലിങ്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കോളംസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഇവിടെ സലോൺ ബാംഗ്ലൂർ, ഇതാണ് നമ്മുടെ കീവേഡ്, അതും കൺട്രി കോഡ് ഇന്ത്യ IN. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ റൺ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ടൈം എടുക്കില്ല, കാരണം ഇത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു വർക്ക് ഫ്ലോ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ LLM റൺ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഒരു ഷീറ്റ്സിലേക്ക് അപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ലൂപ്പും കൂടെ റൺ ചെയ്യും. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ആദ്യം ഞാൻ ഇതിൻ്റെ റണ്ണിങ് ഒന്ന് ലൈവായിട്ട് കാണിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ റിസൾട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ, അവരുടെ അഡ്രസ്, റേറ്റിംഗ്സ്, ഇത് ഗൂഗിൾ റേറ്റിംഗ്സ് ആണ്, അതുപോലെ തന്നെ റിവ്യൂസ്, അവരുടെ എന്ത് ടൈപ്പ് ബിസിനസ്സാണ്, അവരുടെ നമ്പർ, അവരുടെ വെബ്സൈറ്റ്, നമുക്ക് പോയി നോക്കിയാൽ കാണാം അവരുടെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ അവരുടെ അവരുടെ റിവ്യൂ സമ്മറി എന്ന് വെച്ചാൽ അവർക്ക് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഈ ഒരു ഇത്രയും ഡാറ്റ വെച്ചിട്ട് ഒരു റിവ്യൂ ചെയ്ത സമ്മറിയാണ്, നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ വാട്സപ്പ്, ഇത് ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല, അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് അവരുടെ ആ നമ്പർ വെച്ചിട്ട് നമ്മൾ കയറി നോക്കുകയാണ്. അപ്പോൾ അത് ചിലത് വാട്സപ്പ് അവൈലബിൾ ആണ്, ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക്, അവരുടെ പ്രൊഫൈലിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ ഗെറ്റ് റോസ് ഇൻ ഷീറ്റ് എന്നുള്ള ആ ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റ്സിൻ്റെ. അതായത് ഗെറ്റ് റോസ് ഇൻ ഷീറ്റ്, അതായത് ആ ഒരു ഷീറ്റത്തെ റോസ് ഇങ്ങോട്ട് N8N പുള്ള് ചെയ്യണം അതിൻ്റെ ഡാറ്റ. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഈ ഒരു ഡാറ്റ ഷീറ്റിൽ കൺട്രി കോഡ് സലോൺ ബാംഗ്ലൂർ, ഇവിടെയാണ് നമ്മുടെ ക്വയറി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങോട്ട് പുള്ള് ചെയ്തു. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റം ടൂളാണ് ഈ SERP API. ഈ SERP API എന്താണെന്ന് വെച്ചാൽ ഇതൊരു അഡ്വാൻസ്ഡ് വെബ് സെർച്ച് ടൂളാണ്. നമ്മൾ ആപ്പിഫൈലൊക്കെ സെർച്ച് ചെയ്ത പോലെ തന്നെ, പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് ഗൂഗിൾ സെർച്ചിനായിട്ട് സ്പെസിഫിക് ആയിട്ടൊരു API അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ API എക്സാമ്പിൾ കണ്ടോ, ഇവിടെ ഈ ഒരു API എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാകും. അവർ ആ ഒരു ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് ഇത്രയും ഡാറ്റാസ് അവർക്ക് സ്ക്രേപ്പ് ചെയ്യാൻ പറ്റും, ആ ഒരു പേജ്, ആ ഒരു സൈഡ് ബാർ. അപ്പോൾ ഇത് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു ലിങ്ക് ഉണ്ടോ, ഇതാണ് API കോൾ ലിങ്ക്, അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മെത്തേഡ് ഗെറ്റ്, അതിവിടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഗെറ്റ്. അപ്പോൾ ഇതിൽ
റിക്വയർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്യൂ എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് ക്യൂ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ സെർച്ച് ക്വയറി എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യൂ. അപ്പോൾ ഇതിൻ്റെ സെർച്ച് ക്വയറി എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റോന്ന് നമ്മളിങ്ങോട്ട് ജസ്റ്റ് വലിച്ചിട്ട് മാപ്പ് ചെയ്ത് അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു സംഭവം GL, അതായത് ഒരു കൺട്രി കോഡ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രി കോഡ്. അപ്പോൾ ആ കൺട്രി കോഡ്സ് നമുക്കിവിടെ പോയാൽ കാണാൻ പറ്റും. ഓരോ കൺട്രീൻ്റെ കോഡ് എന്താണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ത്യ വേണ്ട, ഇനിയിപ്പോൾ വേറെ കൺട്രി ഹംഗറി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു IN എന്ന് മാറ്റിയിട്ട് HU എന്നാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു SERP APIൻ്റെ ഫങ്ഷനാലിറ്റി, അതായത് ഗൂഗിൾ സെർച്ച്. ഇതുപോലെ തന്നെ ഇവർക്ക് വേറെയും കുറേ സെർച്ച് APIs ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് സെർച്ച് ചെയ്യണ ഒരു ഓട്ടോമേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗൂഗിൾ ഫ്ലൈറ്റ്സ് API അവൈലബിൾ ആണ്. ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ മൊത്തം പോയാൽ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗൂഗിൾ സെർച്ച് API ആണ്. നമ്മുടെ ആ ഒരു സെർച്ച് ക്വയറി അതേപോലെ തന്നെ കൺട്രി കോഡ് നമ്മുടെ ഷീറ്റ്സിൽ നിന്ന് പുൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു SERP API റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് API കീ വേണം. അപ്പോൾ ഇവിടെ ഒരു API കീ നമ്മൾ ജസ്റ്റ് ക്വയറി പാരാമീറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ API കീ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ API കീ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പോയിട്ട് ഈ SERP APIയിൽ പോയിട്ട് ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർ മന്ത് 250 സെർച്ചസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഒരു പ്രൈവറ്റ് API ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക, നെയിം, ഗൂഗിൾ മാപ്സ്, ടൈപ്പ്, ഗൂഗിൾ സെർച്ച്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവരുടെ കേൾ ഇതാ ഈ ഒരു കേൾ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ആ ഒരു SERP APIയിൽ നിന്ന് നമുക്ക് റിസൾട്ട്സ് കിട്ടിയതിന് ശേഷം ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിന് റിസൾട്ട്സ് കിട്ടിയതിന് ശേഷം നമ്മളത് സ്പ്ലിറ്റ് ഔട്ട് ചെയ്തു, അതായത് വേറെ വേറെ ടേംസ് ആയിട്ട് മാറ്റി. അപ്പോൾ നമുക്ക് 20 ഐറ്റംസ് അവൈലബിൾ ആയിട്ട് കിട്ടി. ഇനി ഈ 20 ഐറ്റംസും നമ്മൾ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്തു. അതാണ് നമ്മൾ ഈ കാണുന്ന 21 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോ നമ്മുടെ ഹെഡിങ്സ് ആണ്. അപ്പോൾ 21 ഐറ്റംസ്, അതായത് 20 ലീഡ്സ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ അപ്പൻഡ് ആയിട്ട് വന്നു. അപ്പോൾ ഈ ഒരു റോയിൽ നമ്മൾ കയറിയിട്ട് ജസ്റ്റ് കറക്റ്റ് ഷീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ കോളംസും മാനുവലായിട്ട് മാപ്പ് ചെയ്യണം. ഒറ്റ പ്രാവശ്യം മാപ്പ് ചെയ്താൽ മതി. എന്നിട്ട് സേവ് ചെയ്താൽ പിന്നെ എല്ലാ പ്രാവശ്യവും ഓട്ടോമേഷൻ റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഈ ഒരു ഷീറ്റ്സിലത്തെ എല്ലാ ഡാറ്റയും ഇങ്ങോട്ട് N8Nലോട്ട് പുള്ള് ചെയ്യാണ്. അതായത് ഗെറ്റ് റോസ് നേരത്തെ നമ്മൾ പുള്ള് ചെയ്തത് ഈ ഒരു ഡേറ്റ ഷീറ്റാണ്. ഇപ്പോൾ നമ്മൾ പുള്ള് ചെയ്യുന്നത് ഈ ഒരു റിസൾട്ട്സ് ഷീറ്റാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കണ്ടീഷണൽ നോഡ് വെച്ചു, അതായത് ഒരു ഇഫ് കണ്ടീഷൻ. ഇഫ് JSON റിവ്യൂ സമ്മറി ഈസ് എംപ്റ്റി, അതായത് നമുക്ക് ഈ ഒരു LLMൽ ഈ ഒരു 20 ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താൽ ചിലപ്പോൾ ഇവിടെ ടൈം ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് മാത്രമല്ല, അത്രയും ഹെവി 20 ബിസിനസ്സിന് വേണ്ടി ഒറ്റയടിക്ക് സമ്മറീസ് ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഹാലുസിനേഷൻസും ഇൻകൺസിസ്റ്റൻസീസും വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഈ ഒരു 20 ഐറ്റംസ് എന്നുള്ളത് 5 ഐറ്റംസ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ റിവ്യൂ സമ്മറി ഇല്ലാത്ത ഐറ്റംസ് മാത്രമേ ഇങ്ങോട്ട് പാസ് ആവുള്ളൂ. അപ്പോൾ ഇതെന്തിനാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു നേരത്തെ റൺ ചെയ്ത വർക്ക് ഫ്ലോയിൽ നമുക്ക് 20 ഐറ്റംസിനും റിവ്യൂ ഇല്ല. അപ്പോൾ അതിൽ ആദ്യത്തെ 5 ഇവിടെ ലിമിറ്റായിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ലിമിറ്റ് നോഡ്. ഇത് വല്ല ഫങ്ഷനാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഐറ്റംസ് അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 5 ഇങ്ങോട്ട് പോയി. എന്നിട്ട് നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻ്റാണിത്. ഇതൊരു AI ഏജൻറ്റ് നോഡല്ല, ഇതൊരു ബേസിക് LLM ചെയിനാണ്. അതായത് നമ്മുടെ ഈ AIയിൽ നമ്മൾ ജസ്റ്റ് ബേസിക് LLM ചെയിൻ, നമ്മൾ സാധാരണ AI ഏജൻ്റ് ഉപയോഗിക്കുള്ളൂ. പക്ഷേ
ഇപ്രാവശ്യം നമ്മൾ അത് ഉപയോഗിച്ചില്ല. കാരണം നമുക്ക് ജസ്റ്റ് ഇവിടെ ആ ഒരു LLMൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് ടൂൾസോ മെമ്മറി ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബേസിക് LLM എന്നുള്ള നോഡ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഗൂഗിൾ ജെമിനി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു LLM നമുക്ക് ആ ഒരു ആദ്യത്തെ 5 ബിസിനസ്സിൻ്റെ ഒരു പ്രൊപ്പോസൽ ഡ്രാഫ്റ്റായിട്ട് കിട്ടിയാൽ അത് നമ്മൾ ഇങ്ങോട്ട് സേവ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്ന ആ ഒരു റിവ്യൂ സമ്മറിയിലോട്ട് ഓരോന്നോരോന്നായിട്ട് സേവ് ചെയ്യും. അപ്പോൾ പിന്നെയുള്ള നമ്മുടെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക്, ടിക്ടോക്ക് ലിങ്ക് നമ്മൾ മാനുവലായിട്ട് കണ്ടെത്തണം അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട്. അപ്പോൾ അത് നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഐറ്റംസും പാസ് ചെയ്തിട്ട് ഈ ഒരു ലൂപ്പ് മൊത്തം റണ്ണാവും. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇഫ് നോഡിൽ വെബ്സൈറ്റ് എംപ്റ്റി ആണോ അല്ലേ എന്നുള്ളതാണ്. അതായത് നമ്മളെ ഈ ഒരു ബിസിനസ്സിന് വെബ്സൈറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ യൂഷ്വലി അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ, അവരുടെ ഒരു ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതേപോലത്തെ ലിങ്ക്സ് അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പോൾ വെബ്സൈറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ മൊത്തം ഡാറ്റ ഇങ്ങോട്ട് കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ ആ ഒരു വെബ്സൈറ്റ് URL ആയിട്ട് കൊടുത്ത് ഗെറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടണമെന്ന് വെച്ചാൽ കണ്ടോ, അവരുടെ മൊത്തം HTML ഇങ്ങോട്ട് പുൾ ചെയ്യും. ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മളൊരു വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഇൻസ്പെക്ട് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ അവരുടെ ഒരു മൊത്തം HTML. ഈ ഒരു ഡാറ്റ ആണ് നമ്മൾ ഇവിടെ പുൾ ചെയ്യണത്. അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റ നമ്മൾ ഫിൽറ്റർ ചെയ്യണം. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും മാത്രം മതി. അപ്പോൾ അതാണ് ഈ ഒരു കോഡിനോട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജാവാ സ്ക്രിപ്റ്റാണ്. ഇത് ഞാൻ ജസ്റ്റ് GPT വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് അവർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ, ടിക്ടോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ JSON ഇൻസ്റ്റഗ്രാം ഈക്വൽ ടു ആ കിട്ടിയ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് ഈക്വൽ ടു ആ കിട്ടിയ ടിക്ടോക്ക്. അപ്പോൾ ഇത് ഞാൻ ഈ വർക്ക് ഫ്ലോ ഞാൻ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത് മാറ്റിയിട്ട് ടിക്ടോക്ക് മാറ്റിയിട്ട് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വേറെ ഏത് സോഷ്യൽ മീഡിയ ആണോ നിങ്ങൾക്ക് ആവശ്യം അത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോഡ് നോഡിലൂടെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കണ്ടോ ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് ഇത് ഓരോ 5 ഐറ്റംസിൻ്റെയും അവരുടെ ഇൻസ്റ്റഗ്രാം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ HTML ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കിട്ടും. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഇവിടേക്ക് സേവ് ചെയ്യും. അതാണ് ഈ ഒരു ലൂപ്പിൻ്റെ ഫങ്ഷനാലിറ്റി. അത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു വർക്ക് ഫ്ലോ. അപ്പോൾ ഇനി നമ്മൾ ബാക്കി ലീഡ്സിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് പ്രൊപ്പോസലോ അതേപോലെ തന്നെ അവരുടെ ലിങ്ക്സോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ റൺ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആ റിവ്യൂ സമ്മറി അവൈലബിൾ ആണെങ്കിലേ ഇവർ ട്രൂ ആയിട്ട് പോവുള്ളൂ, ബാക്കിയൊക്കെ ഫാൾസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 5 എണ്ണം റിവ്യൂ സമ്മറി ആദ്യം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി 15 ഇങ്ങോട്ട് പോവുള്ളൂ. ഈ 5 എണ്ണം ഈ ഒരു ഫാൾസ് ബ്രാഞ്ചിലേക്ക് പോയി. കണ്ടോ, ഈ ഒരു ട്രൂ ബ്രാഞ്ചിലേക്ക് ബാക്കി 15 പോയി. എന്നിട്ട് പിന്നെ ആ ഒരു 5 എണ്ണം പ്രോസസ്സ് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ അവരുടെ ലിങ്ക്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ പോയി നോക്കിയാൽ കാണാം അടുത്ത 5 എണ്ണത്തിൻ്റെ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. അതായത് ഡിയർ സ്ട്രേറ്റ് സലോൺ വി ഹാവ് ടേക്കൺ മൂവ്മെൻറ്റ് ടു റിവ്യൂ ലൈക്ക്. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് വെച്ച് ചെയ്തതാണ്, ഒരു സിസ്റ്റം പ്രോംപ്റ്റ് വെച്ച് ചെയ്തതാണ്. ഇത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ ഒരു പ്രൊപ്പോസൽ ടെംപ്ലേറ്റ് എന്താണോ എന്നുള്ളത് ഇവിടെ ഭയങ്കര ബേസിക്കാണ്. നമുക്ക് കറക്റ്റ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിസ്റ്റം പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് നമ്മുടെ രീതിയിലുള്ള ഒരു പ്രൊപ്പോസൽ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലീഡ്സ് കൂടെ അവൈലബിൾ ആണ്, മീൻസ് അവരുടെ ഇൻസ്റ്റഗ്രാം കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോയാൽ നമുക്ക് ഈ ഒരു മൊത്തം 20 എണ്ണത്തിൻ്റെയും എന്താ പറയുക ഇൻസ്റ്റഗ്രാം അവൈലബിൾ ആയി കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഒരു കസ്റ്റം ഒരു ബേസിക് ഡ്രാഫ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ലീഡ് സ്ക്രേപ്പർ സിസ്റ്റം അത്യാവശ്യം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തതായിട്ട് എന്ത് വീഡിയോസാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഫ്ലോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള ഇവിടെ ഇതെൻ്റെ API ആണ്. അപ്പോൾ ദയവേത് ഇത് മാറ്റിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള API കൊടുത്തിട്ട് വർക്ക് ഫ്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ഒരു ഗൂഗിൾ ഷീറ്റ്സ് ഉണ്ടാക്കിയാലും മതി, എന്നിട്ട് കണക്ട് ചെയ്തിട്ട് അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.